ഹാപ്പി ക്രിസ്മസ് പറയാം എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്. കുട്ടി സാർ അപ്പത്തിൽ മൃദുലയ്ക്ക് എത്ര ടെൻഷൻ ഉണ്ട് കേട്ടോ, ഇത് റെഡി ആവുമല്ലോ. അപ്പൊ ഇന്ന് അവള് റെഡിയാക്കിയ മാവാ. കുലുക്കല്ല് വായിനാരും കുലുക്കത്തില്ല. നമ്മുടെ ചട്ടി അങ്ങോട്ട് വയ്ക്കുക. ഡക്കിന്റെ ലെഗ് ഇടാളാ ഇരിക്കുന്ന കണ്ടോ, കുട്ടിട്ടാണ്ടാക്ലോസ്. എന്ത് തൊപ്പി പോയി, കൈ ഞാൻ പിടിച്ചു വെച്ച് തൊപ്പി എടുക്കാതിരിക്കാൻ. അമ്പൂട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓ സൂപ്പർ കേട്ടോ. സുണ്ടടൻ സുണ്ടടൻ സുണ്ടടൻ. ഗമയൊന്നുമില്ല, ഹാപ്പി ക്രിസ്മസ് പറയാം എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അമ്പോ ക്ലാപ്പ് 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 ക്ലാപ്പ്. എടാ ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. കോക്കനട്ട് ട്രീ, എടാ കോക്കനട്ട് ട്രീ ഒന്ന് കാണിക്കട്ടെ. അവൻ ബണ്ണി പിടിച്ച് വലിച്ച് ഇപ്പൊ കാണിച്ചുതരാം. എങ്ങനെ അമ്പൂര് ഡ്രസ് എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് ബിലോ സുഹൃത്തുക്കളെ. ആൻഡ് ബൈ ദ ബൈ, ഈ മൃത കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു കോക്കനട്ട് ട്രീ കെട്ടാൻ വേണ്ടിയിട്ട്. ഈ തൊപ്പി ചെറുക്കി ഇടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ, അപ്പഴേ അടിച്ച് ദൂരെ കളയും. കുട്ടി സാർ, എന്റെ മൈക്ക്, എന്റെ ഗാഡ്ജറ്റ് അടിച്ചിടരുത് ക്രിസ്മസ് ആയിട്ട്. എന്നെ എങ്ങനെയുണ്ട്? യു ആർ ഓസം ആൻഡ് ബ്യൂട്ടിഫുൾ. ഏട്ടനും അടിപൊളി, പക്ഷെ അത് ഇച്ചിരി പഴയതാ. പ്രശ്നമില്ല, അടിപൊളിയാ. എന്റെ മൈക്ക്, എന്റെ മൈക്ക് സാന്താക്ലോസ് ആന്ന് പറഞ്ഞ മൈക്ക് എടുത്ത അടി കിട്ടോ. ഗിഫ്റ്റ് ഇതാ, ഗിഫ്റ്റ് ഇതാ. സാന്താക്ലോസ് വേണം എല്ലാവർക്കും ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട്. നീ ഗിഫ്റ്റ് ഇതാ. സാന്താക്ലോസ് വേണം എല്ലാവർക്കും ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് ഇവിടെ ക്രിസ്മസ് അങ്ങനെ ആഘോഷം അങ്ങനെ ആയിട്ടൊന്നുമില്ല. നമ്മൾ സ്റ്റാറും വേറെ പുൽക്കൂടും ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഇന്നെന്തോ സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. നല്ല താറാവ് റോസ്റ്റും എന്തൊക്കെ അപ്പവും കാട ഫ്രൈയും അങ്ങനെ ഒന്നും വേണ്ട, ഒരു ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കും. അപ്പൊ പിന്നെ നമ്മൾ കളർഫുൾ ആവാൻ വേണ്ടി ഡ്രസ് ഇട്ട് അപ്പൊ ഒരു വൈബ് എത്തി. എങ്ങനെയുണ്ട്? വൈബില്ലേ? തൊപ്പിപ്പോയി. ഇത് എന്റെ പഴയ ഡ്രസ്സാണ്. മുംബൈയിൽ നമ്മളെ ഫുഡ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്ത ഡ്രസ്സാണ് ഗൈസ്. ഇത് ഭയങ്കര അലപ്പൂടാ. അമ്പു കണ്ടോ? നീ ആര്? ഷാറൂഖ് ഖാനോ? ഷാറൂഖ് ഖാൻ മറ്റേ ചമ്മക് ചല്ലു ഇങ്ങനെ ഒരു കളിപ്പാട്ട പാണ്ട, അതിന്റെ കളിപ്പാട്ട പാണ്ടേ പാണ്ട ഉണ്ടല്ലോ, പാണ്ട അതീ കെട്ടുന്നത്. ഭയങ്കര ഭയങ്കര കളിയാ ഗൈസ്, ഭയങ്കര കളിയാ. ഏത് ഭാഷയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ട്രാൻസ്ലേറ്റ് കൊടുക്കാൻ എനിക്ക് അതിനും പറ്റത്തില്ല. അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ. മൃദുല എല്ലാം അരിഞ്ഞ് പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല താറാവ് റോസ്റ്റും അപ്പവും കാട ഫ്രൈയും കാടമുട്ടയും വൈനും പ്ലം കേക്കും പൊളിക്കുന്നുണ്ട് ഗൈസ്. ഒരു അമ്മയുടെ രോദനം. അമ്പൂട്ടനെ ഉറക്കി കേട്ടോ. കറക്റ്റ് അവ ഇൻട്രോ എടുത്ത് ഉറങ്ങി. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തു കഴിഞ്ഞപ്പോ അമ്പൂട്ട് ഉറങ്ങി. ഇനി നമ്മൾ ഡാൻസ് ഒക്കെ എടുത്തു, മറ്റേ ട്രിങ്കിൾ ഡാൻസ്, അടിപൊളിയായിരുന്നില്ലേ? നമ്മുടെ നല്ല അടിപൊളി സ്കിന്നോട് കൂടിയ താറാവ് ദേവിടെ എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതിന് നല്ല കുരുമുളക് ഇട്ട് റോസ്റ്റ് ചെയ്യണം. എനിക്ക് താറാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെ നമ്മൾ അപ്പത്തിന് മാവൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ദേ ഇത്ര ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? സോറി നല്ല ഉറക്കത്തില്ല, അതുകൊണ്ടാണ്. അടിപൊളി കേട്ടോ, സെറ്റ്. ഇതും ഫ്രൈ ചെയ്യണം. എയർ ഫ്രൈ ചെയ്താൽ മതി. കടക്കോഴി മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഗ്രീൻ പീസ് കറി, ഗോതമ്പ് ദോശയും ഗ്രീൻ പീസ് കറിയിൽ നിൽക്കുന്ന നിപ്പ. സമയം ഇപ്പൊ 5 മണിയായി, ഒരു വക കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഫുഡ് അടിയാണ്. അങ്ങനൊന്നുമില്ല, ഒരു നേരം കട്ട. മിക്കപ്പോഴും കഴിക്കുമ്പോൾ കഴിക്കും, എന്നാൽ ഫാസ്റ്റിംഗും ചെയ്യും നമ്മൾ. എല്ലാരും ചോദിക്കുമ്പോൾ ഈയിടെയായിട്ട് മൃദുല കുറച്ചും കൂടി ഒന്ന് സ്ലിം ആയി. അത് എക്സസൈസ് ചെയ്യുന്നു ചോദിച്ചാൽ പലപ്പോഴും. പിന്നെ ഫുഡിലാണ് മെയിൻ കൺട്രോൾ. ഫാസ്റ്റിംഗ് ചെയ്യും നല്ലോണം. നിങ്ങൾ ഫാസ്റ്റിംഗ് ഭയങ്കര കഴിക്കുന്ന ക്വാണ്ടിറ്റിയും കുറച്ചു, ഭയങ്കര കുറച്ച്. ഇപ്പം അത്യാവശ്യം അടിപൊളിയായി. മാങ്ങാണ്ടിന്നും എന്തൊക്കെ ഇത് ഹേർട്ടല്ല, നമ്മുടെ മാങ്ങാണ്ടി എന്ന് പറയുന്നത്. ഇതല്ല മാങ്ങാണ്ടി. കുറച്ച് ഉപ്പ്,
വേവിക്കുക. ഡക്ക് പുരട്ടി നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കുക. കുക്കറിനകത്ത് വേണമെന്നില്ല, കടായിക്കകത്തോ അല്ലാതെ വേവിച്ചാൽ മതി. പക്ഷെ നമുക്ക് അമ്പൂട്ടിന് കൊടുക്കാനുള്ളതുകൊണ്ട് ഇതേ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മതി. മല്ലിപ്പൊടി ഗൈസ്. ഓ ചട്ടിയൊക്കെ കറക്കുന്നേ കൊള്ളാം. എന്റെ താറ ഒന്നാമത് ഇവിടെ മനുഷ്യൻ വിശന്ന് വലഞ്ഞിരിക്കുക. മല്ലിപ്പൊടി നാരങ്ങ നീര്. ഓക്കെ പുരട്ടെ. ഈ താറാവിന് ഇറച്ചി കുറവും എല്ലും കൂടുതലും. ഇത് ബ്രോയിലർ ഡക്കാണോ നോർമൽ ഡക്കാണോ? ബ്രോയിലർ ഡക്ക. ഇത്രയും മതി. മസാല ഓവർ മസാല ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ മതി. നമ്മളിനി മസാല പുരട്ടിയ നമ്മുടെ ഡക്ക് എടുത്ത് നേരെ കുക്കറിലോട്ട് ഇടുക. ഇന്ന് കുറച്ച് സ്പീഡായിരിക്കും കുക്കിങ്, കാരണം സ്പീഡ് ആവണം. വിശന്നിരിക്കുന്ന അത്രയല്ല, അവ ഉണരുന്നതിന് മുന്നേ കുക്കിംഗ് കഴിയണം നമ്മുടെ വിജയം. അര ഗ്ലാസ് അല്ല, ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റോക്ക് വേണം. ഞാൻ പറഞ്ഞ കൂടെ ഒഴിച്ചാലോ? ഇത്ര പരിപാടി സാധനം. അപ്പൊ ഇനി നമ്മളെ അപ്പം ചുടണോ അതോ അപ്പം ലാസ്റ്റ് അപ്പൊ നീ ലൈവായിട്ട് ചുടണം ഗൈസ്. അപ്പം നമ്മളെ ഈ എയർ ഫ്രയർ എടുത്തിട്ട് കുറേ നാളായി, എപ്പോഴും നമ്മൾ ഇതാ ഓണാക്കുന്നത് കേട്ടോ. സത്യത്തിൽ ഞാൻ ഈ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് രണ്ടിൻ്റെ ഞാൻ റിവ്യൂ പറയട്ടെ. നിങ്ങൾ വിചാരിക്കും ഇതിൽ ഞാൻ ഈ എയർ ഫ്രയറാണ് സൂപ്പർ എന്ന് പറയുമെന്ന്, പക്ഷേ ഈ എയർ ഫ്രയറാണ് അടിപൊളി. നമ്മള് എന്ന് വെച്ചാൽ ഇതിൽ വെക്കുമ്പോൾ രണ്ടും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് ഇതിനകത്ത് പിസ്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. കാണാം, നല്ല സ്പേസിൽ വെക്കാം. പക്ഷേ നമ്മൾ മറ്റേ ഈ ഒരു എയർ ഫ്രയർ എന്ന് പറയുമ്പം നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും. ഇതിനകത്ത് കുറച്ചൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ഇന്നലെ ഇത് എടുത്ത് ഇപ്പോൾ രണ്ടും കൂടി കഴിച്ച് നോക്കിയപ്പോൾ നമുക്കൊരു വ്യത്യാസം ഫീൽ ചെയ്തത്. പക്ഷേ ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ ഒരു എയർ ഫ്ലോ റാപ്പിഡ് എയർ ടെക്നോളജി. ഇതിനകത്ത് എയർ വരുന്നത് 2 സർക്കുലർ മോഷനിലാണ് ഇതിൻ്റെ എയർ പാസ് ചെയ്യുന്നത്. സോ ഈ സാധനം നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കുക. ഇത് വാങ്ങാം, പക്ഷേ നമ്മൾ കാടക്കോഴി നമ്മൾ ആദ്യമേ അങ്ങ് വെക്കുക കേട്ടോ. ഒരു 2 ഫിസിൽ മതി കേട്ടോ. 2 ഫിസിലിൽ നമുക്ക് നല്ല അടച്ച് ഒരു 20 മിനിറ്റ് വെച്ചേക്കണം. നാടൻ താറാവാണെങ്കിൽ എനിക്ക് 3-4 വിസിൽ വേണം. ഇത് നമുക്ക് നാടൻ താറാവല്ല. ഈ നാടൻ താറാവ് ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയും, പക്ഷെ നാടൻ താറാവിന് ഭയങ്കര മാംസം കുറവായിരിക്കും, ഭയങ്കര എല്ലായിരിക്കും. കിടക്കടാ, എനിക്കെന്ത് ഇതിനെ കാണുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നുന്നു. സത്യം കഴുകിയപ്പോഴും എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. എനിക്ക് വിഷമം തിന്നല്ലേ, ഭയങ്കര ടേസ്റ്റ്. നമ്മളെ നീ മറ്റേ ബോർഡർ ചിക്കനിൽ പോകുമ്പോ കാടക്കോഴിയൊക്കെ കാടിച്ച് തിന്നുന്നോളം അവളെ ക്യൂട്ടാന്ന്. അവളെ ഊട്ട ഇതാണ് നോക്കി കിടക്കുന്നത്. ശരിയല്ലേ പാവം. വൈൻ എവിടെ ഇരിക്കൊണ്ട് ഇവരെ വൈൻ ഒഴിയടി. കുലുക്കല്ല് വൈൻ ആരും കുലുക്കത്തില്ല. ഇത് എന്തോരം മൊണ്ണേ നമുക്ക് പതപ്പിച്ചത്. അല്ല, എല്ലാത്തിലും എഴുതിക്കത്തില്ലേ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന്, അതുകൊണ്ട് ഷേക്ക് ചെയ്തതാ. കുലുക്കി സർബത്താ കഴിച്ചത്. ശരി ഒഴി. ഞാൻ ഇന്നലെ ഒഴിച്ചോളിരിക്കണം. നോ ആൽക്കഹോളിക് ആണ്. മതി. ഇത്രയും കൂടെ വെറും 32 കലോറിയേ ഉള്ളൂ. ഇന്നലെ നമ്മൾ കുറച്ച് കുടിച്ചല്ലേ ഉള്ളൂ. പക്ഷേ അല്ല, ഞാൻ ഇന്ന് രാവിലെ കുടിച്ചായിരുന്നില്ല. ഞാൻ അത് ആലോചിച്ച അളവിൽ കുറവ്. ഇന്നലെ നമ്മൾ കുടിച്ചപ്പോ ഇച്ചിരി തോനെ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴേ ഒഴി. Cheers. സത്യം മധുരം ഇല്ലെന്നേ ഉള്ളൂ. നേരെ നമ്മുടെ ചട്ടി അങ്ങോട്ട് വെക്കുക. ചട്ടിയുടെ അടിയിലായി പോയി വേറെ തീയും കത്തിച്ചില്ലേ നീ അങ്ങ്. ഇവിടെ ചട്ടി വെച്ചിട്ടല്ലേ കത്തിക്കേണ്ടത്. ചുമ്മാ എന്റെ ഒരു കൈ പൊള്ളി മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു കൈ പൊള്ളി. അയ്യോ, ചട്ടി എടുത്തിട്ട് ഞാൻ വിനാഗിരി അടിക്കാൻ പോകുന്നു. നീ എണ്ണ എന്നും പറഞ്ഞ് നീ മാറ്റി വെക്കണേ, ഞാൻ എടുത്ത് ഒഴിച്ചു കളയും കേട്ടോ. നമ്മള് ഇത് ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്, പക്ഷെ വെളിച്ചെണ്ണയാണ് വേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലടേ. ഭയങ്കര എളുപ്പം ഉണ്ടാക്കാൻ. വെള്ളം ഉണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ. എണ്ണ ഇളക്കിയേ അതൊന്ന് പറ. എണ്ണ ചട്ടി പക്ഷെ എണ്ണ ഇളക്കിയതിനാ. എണ്ണ ഇളക്കി കൂടാ എന്തിന്? അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ആ ചട്ടിക്കകത്തൊന്നും മിനുസപ്പെടുത്താൻ വേണ്ടി എല്ലായിടത്തും പറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ ഭയങ്കര ഉരുളക്കമായില്ലേ. നമ്മള് കൊച്ചുള്ളി മെയിൻ ആണ് ഗൈസ്. ഇത്രയും കൊച്ചുള്ളി എടുക്കാമോ? അത്രയും കൊച്ചുള്ളി നേരെ ഇടുവാണേ. കൊച്ചുള്ളിയും പച്ചമുളകും പോയിട്ടുണ്ട്. അയ്യോ, അതിന്റെ കൂടെ പച്ചമുളകും പോയി. അടുത്തത് സവാള. ഓക്കെ, കൊച്ചുള്ളി എത്ര എടുത്തോ മൃദുലേ? നീ കൊച്ചുണ്ണിയോ? കൊച്ചുണ്ണിയല്ല, കൊച്ചുള്ളി. കൊച്ചുള്ളി എടുത്തു. പിന്നെ നമ്മളത് വെളുത്തുള്ളി, അതണക്കിന് ഇഞ്ചി നല്ല നീളത്തിന് ചോപ്പ് ചെയ്തത് ഗൈസ്. അതും അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്നിച്ചിടുക.
പിന്നെ അതിന്റെ കൂടെ കരിവേപ്പിലയും അങ്ങിട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നല്ല റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ആട്ടിക്കോട്ടിരിക്കണം കൈ. എന്തിനാ പതി ആട്ടിക്കില്ലെങ്കിൽ കുക്കറിൽ കൊള്ളും കൈ കൊള്ളും. വിസിലൊന്നും അടിച്ചില്ല? ഒരെണ്ണം അടിച്ചോ? ഇല്ല ഒന്നും അടിച്ചില്ല. ഒരെണ്ണം അടിച്ച കണക്കൊരു ഓർമ്മ. ഇല്ല ഇവിടെ ഒരു വിസിൽ അടിച്ചു. നമുക്കിനി ഒരു വിസിൽ കൂടി അടിച്ചിട്ട് ഒരു 20 മിനിറ്റ് അനക്കാതെ വെച്ചേക്കാമേ. മുമ്പ് ഉണരുമ്പോഴത്തേക്കും താറാവ് റോസ്റ്റ് റെഡി ആയിരിക്കണം അവിടെ. ഈ താറാവിന്റെ ഒരു മണം മാറാൻ വേണ്ടി നീ എന്തോ ചെയ്തല്ലോ? ഞാൻ കഴുകിയപ്പോ വിനാഗിരി ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴുകിയപ്പോ ആ ഒരു താറാവിന്റെ ഒരു മരത്തൊരു മണം ഉണ്ടല്ലോ. ചിലർക്കൊന്നും അത് പിടിക്കത്തില്ല. മട്ടനെ മാത്രമല്ല, നമ്മളൊന്ന് മുയല് വെച്ചില്ലേ, മുയല് വെച്ചപ്പോഴും തിന്നാനൊക്കെ ടേസ്റ്റ് കറക്റ്റ് ചിക്കന്റെ പോലത്തെ ടേസ്റ്റാ. പക്ഷെ ആ ഒരു ചെറിയ ഒരു മണോ എന്തോ ഒരു സംഭവം, അത് നമ്മള് വിനാഗിരിയും മട്ടൻ, താറാവ്, മുയല്, ചിക്കനും ബീഫിനൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഒരു ചെറിയൊരു മുഷിന് മണമുണ്ട്. ഈ സമയത്ത് ലേശം ഉപ്പ്. അപ്പൊ നമ്മുടെ സാധനം നല്ല വാടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടി വാട ഉണ്ടെന്ന് തോന്നല്ലേ. നായകൻ എത്തിയിരിക്കുന്നു, അവൻ ഉണർന്നിരിക്കുന്നു. ഹലോ, എന്താണ് പരിപാടി? നമുക്ക് താറാവ് റോസ്റ്റ് തിന്നണ്ടേ? യോ, കറക്റ്റ് ടൈമിംഗ്. സൈഡിലോട്ട് മാറ്റി നമുക്ക് ആദ്യം മഞ്ഞൾ തൂളി അവിടെ തൂളാം. ഉളിയോ? മഞ്ഞൾ തൂൾ. എന്താ മൃദുല നിനക്ക്? എനിക്ക് മല്ലിപ്പൊടി ഇഷ്ടമല്ല, സത്യം പറയാലോ. മല്ലിപ്പൊടി കടിച്ചെന്ന് വെച്ചാലേ അറിയാതെ അങ്ങനെ കറിയിൽ ഇച്ചിരി കൂടിപ്പോയെന്ന് വെച്ചോ, പിന്നെ ഇതിന്റെ ടേസ്റ്റേ മുന്നിൽ നിൽക്കും. വീട്ടിൽ പൊടിച്ച ഗരം മസാല അതും നമുക്ക് സൈഡിലോട്ട് തട്ടി കൊടുക്കാം. കുരുമുളക് പൊടി ഈ സൈഡിൽ തന്നെ എടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് തമ്മിൽ സംയോജിപ്പിക്കാം. എന്റെ മലയാളം എങ്ങനെ ഉണ്ട്? അല്ല, സീരിയസ് ആയിട്ട് മലയാളത്തിന് മാർക്കില്ലായിരുന്നു. എനിക്ക് മലയാളം സെക്കൻഡിന് B+ ഉള്ളായിരുന്നു. ഞാൻ ആകെ പാടിച്ച് പേപ്പർ വാങ്ങി എഴുതുന്നത് മലയാളമായിരുന്നു. വേറെ ഇനി സംയോജിപ്പിക്കാം. റോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സംയോജിപ്പിക്കുക. അവര് തമ്മിൽ കൊളാബായി ഗൈസ്. വറുത്തതുപോലെ. ഇനി തക്കാളി ഇടുമ്പോ സെറ്റ് ആവും. തക്കാളിയിൽ കുറച്ച് പച്ചമുളകും ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ബാക്കിയാണ്. തക്കാളി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ എന്തോ ആയെന്ന് അറിയത്തില്ല. നമുക്ക് ഗ്യാസ് ഒക്കെ പോയി സെറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ആവി അടിക്കും. ആ സൈഡിൽ കൂടെ തുറക്കണം. കൊഴുപ്പുണ്ടോ? നെയ്യുണ്ടോ? മോനെ, നല്ല സ്റ്റോക്ക് ഉണ്ടല്ലേ? നല്ല സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് കളർ ഇപ്പോഴേ നോക്കാം, അടിപൊളിയായി. നമുക്ക് നമ്മളെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നെയ്യെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര നെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിന്റെ സ്കിൻ വേണമെങ്കിൽ ഒന്ന് കളയാൻ കേട്ടോ. സ്കിൻ കളഞ്ഞാൽ ഇത്ര നെയ്യ് വരത്തില്ല. അമ്പ് കരച്ചിലാണ് ഗൈസ് അവിടെ. അമ്പോ ചാൻഡാ ക്ലോച്ചേ ഗിഫ്റ്റ് എന്തിനാ ഞങ്ങളുടെ ചാൻഡാ ക്ലോച്ചേ എടുക്കട്ടെ. അവനെ മിക്സ് ചെയ്തെടുക്കണം ഗൈസ്. നമുക്കേ കുറച്ച് വെള്ളം ഒഴിക്കാം. സ്റ്റോക്ക് നമ്മൾ ഫുൾ ഒഴിക്കുന്നില്ല. നമ്മളത് 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് സ്റ്റോക്ക് വാട്ടർ നമ്മൾ കുറച്ചെടുത്ത്. പക്ഷെ നിങ്ങൾ നോക്ക്, നല്ല നെയ്യുണ്ട്. എടുത്ത് ഇതിനകത്ത് എടാ ചട്ടിക്കകത്ത് ഉമ്മ ഇപ്പൊ നോയിക ചൂട് ഇറങ്ങ. അടിപൊളി. ഒന്ന് ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്ക്. താറാവിന് ഇത്ര കൊഴുപ്പുണ്ടായിരുന്ന? താറാവേ ബീഫിനെക്കാട്ടി കൊഴുപ്പാണ് താറാവിന്. അത് സ്കിന്നോട് കൂടിയായോണ്ടാ. സ്കിന്നോട് കൂടിയ താറാവ് കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ. ഇനി മറ്റണോ? പത്തിൽ മൃദുലയ്ക്ക് അത്ര ടെൻഷൻ ഉണ്ട് കേട്ടോ, ഇത് റെഡി ആവോ ഇല്ലയോ. അപ്പൊ ഇന്ന് അവള് റെഡിയാക്കിയ മാവാ. രാവിലെ ഉച്ചയായപ്പോ റെഡിയാക്കിയതാ. റെഡിയാവോ അപ്പമേ. പാലപ്പം അല്ലേ? തേങ്ങാപ്പാൽ ഒഴിച്ച പാലപ്പം. നമുക്ക് ഇങ്ങനെ വിരളിൽ ഇങ്ങനെ എടുക്കാം ഗൈസ്. അടിപൊളി സെറ്റ്. ചൂട് വാർന്നു. ഇവിടെ നമ്മളെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാട മുട്ട,
അപ്പം ദേ ചുട്ട് ചൂടോടെ കൊണ്ടുവരുന്നു. Yes. ഇനി ക്ഷമയില്ല സുഹൃത്തുക്കളെ, നമുക്ക് കഴിക്കാം. തപ്പി വെക്കൂ. തപ്പി വെക്കണോ? കഴിക്കണമെങ്കിൽ തപ്പി വെക്കണം. ആദ്യമായിട്ട് ഈ വീട്ടിൽ ഇത്ര അടിപൊളി അപ്പം വെക്കുന്ന അല്ല സീരിയസ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കുന്നത് ആണല്ലേ. നല്ല നമ്മളൊരു ലെഗ് പീസ് തന്നെ എടുത്ത കേട്ടോ. ഗ്രേവി നല്ല ഇളക്കി അങ്ങോട്ട് കോരി അപ്പത്തിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. ആദ്യം നമുക്ക് അപ്പം അങ്ങോട്ട് പിച്ച് ചെയ്യും. അപ്പത്തിൻ്റെ ഈ മുരിഞ്ഞ ഭാഗമാണ് ഏറ്റവും ടേസ്റ്റ്. ഗ്രേവിക്കകത്തോട്ട് കൊണ്ട് മുക്കി. ലെക്കേ നീ അവിടെ നിൽക്കൂ, ഞാൻ ദാ വരുന്ന. എങ്ങനെയുണ്ട്? നമ്മൾ വെച്ചതിൽ അടിപൊളി കറി കേട്ടോ. ഇതൊരു എന്താ പറയുക, നമ്മൾ റെസ്റ്റോറന്റ് വെക്കുന്ന അതേ സ്റ്റൈല്. അവര് കുരുമുളകിന്റെ ടേസ്റ്റ് ഇടുമ്പോ എരി കാരണം അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. ഇത് കറക്റ്റ് ആ ഒരു ഡക്കിന്റെ ഫ്ലേവറും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ കുരുമുളക് വലുതായിട്ട് ഇട്ടിട്ടില്ല. അതെ ഞാൻ ചിക്കൻ കഴിക്കുമ്പോൾ ഡക്ക് കഴിക്കുമ്പോൾ എനിക്ക് അപ്പം കറി അങ്ങോട്ട് നിർത്താൻ പറ്റുന്നില്ലേ. ഡക്കിലോട്ട് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ഈ ഗ്രേവി തന്നെ. അടുത്ത ഡക്ക് ഡക്കിലേക്ക് ആവി പറക്കുന്നത്. എങ്ങനെയുണ്ട്? ഇത് സോഫ്റ്റ് ആണ്. ചിലയിടത്തൊക്കെ പോകുമ്പോ ഡക്കമേൽ കട്ടിയില്ലേ? കുക്ക് ആയില്ലേ? ആയി വറക്കുന്നത് കാണാൻ വായിക്കൂടെ വെള്ളം വരുന്നോ? എന്നെ ഇതുകൂടെ എടുത്ത് കുറച്ചുണ്ട്. ചിക്കൻ നോക്ക്, ഡക്ക് നോക്ക്. ആ മീറ്റിന്റെ ആ ഒരു ഫ്ലേവർ കണ്ട നിങ്ങൾ ലെയർ ആയിട്ട് വരും കണ്ടോ. അങ്ങോട്ട് പിച്ചി അപ്പത്തിന്റെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് അതില് വിശന്നും കൂടി ഇരിക്കുന്നോണ്ടേ മോളെ പറയാനേ അടിപൊളി. നിങ്ങൾക്ക് ഇങ്ങനെ തരും ഞാൻ. നിങ്ങൾ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ തന്നെ പുകഴ്ത്തുമ്പോഴേ വേറെ ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൊടുത്ത് കഴിക്കാനല്ലേ. നമ്മൾ അയ്യോ സൂപ്പർ നിങ്ങളൊന്ന് കഴിക്കുന്ന അത് നിങ്ങൾ പറയോ നിങ്ങൾ വെച്ചിട്ടല്ലേ നിങ്ങൾ പുകഴ്ത്തുന്നേ പറയാം. പക്ഷെ വേറെ ഒരാളൂടെ കഴിച്ചെന്ന് അവരൊന്നും പറയുന്ന കേൾക്കാൻ ഇല്ലാതായി പോയി. നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാടയുടെ മസാല ഫുൾ മൃദുല കേട്ടോ. അടിക്കട്ടെ? കടിച്ചോളൂ. ഇതിൽ പിന്നെ മീറ്റ് കുറവാ. അടിപൊളി മസാല മൃദുല. പിന്നെ ഇപ്പൊ ചിക്കൻ ഫ്രൈക്ക് മസാല തേക്കാൻ ഒരു മസാലക്കറി ആക്കില്ലേ. നേരത്തെ നമ്മള് ചെയ്തു വെച്ചുകൊണ്ട് ഒരു കറുമുറ സൗണ്ട് കേൾക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കറുമുറ സൗണ്ട് കൂടെ നല്ല കടമുണ്ട മുളകിട്ടത് പ്ലം കേക്ക് കൊണ്ട് ഗ്ലാസ് വൈൻ. മൃദുല ക്യാമറയുടെ ബാക്കിൽ തന്നെ തെറി വിളിക്കുക. എന്തിന്? ഏട്ടൻ കഴിച്ച് കണ്ടാ മതി, എന്നെ വയറുന്നാ കഴിക്കണം. എന്തോടെ സ്വന്തമായിട്ട് പ്ലേറ്റ് എടുത്തോടെ? ഭർത്താവിന്റെ പ്ലേറ്റ് കഴിക്കണം. ആൾക്കാർ ഞാൻ മോഡേൺ കുലസ്ത്രീയാ. സോ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. അവിടെ ഒരാൾക്ക് അപ്പം ഇട്ട് പ്ലേറ്റ് കൊടുത്താണേ. അപ്പം കഴിച്ചിട്ട് പ്ലേറ്റ് കമത്തിയിട്ട് അതിന്റെ മണ്ടേ എന്തോട്ടെ നമുക്ക് കഴിക്കാം. ഞാൻ ആദ്യം തന്നെ എനിക്ക് ക്ഷമയില്ല. ഞാൻ അപ്പം മാംസം കൊണ്ട് ചേർത്തെടുക്കണം. ഞാൻ ഒരു അറിഞ്ഞൂടെ ഡക്ക് ഇത്ര സോഫ്റ്റ് ആണോ? ഡക്ക് നാടൻ ഡക്ക് ഇത്ര സോഫ്റ്റ് അല്ലെന്ന് തോന്നുന്നു. നമ്മള് സാധാരണ കടയിൽ പോയി ഇങ്ങനെ അത് നാടനാന്ന് തോന്നുന്നു. ഇത് ബ്രോയിലർ ഡക്ക. ഞാൻ എന്താണോ എല്ലാം സെറ്റ് ചെയ്തിരുന്നേ. നിനക്ക് കൈപ്പുണ്യമുണ്ട്. അല്ല അങ്ങനെ പറഞ്ഞല്ല, അതുകൊണ്ട് നീ വെച്ചോളാൻ പറയുന്നത്. നീ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആ കൈ ഉണ്ടല്ലോ, അതിനെ കൈപ്പുണ്യം ഉണ്ടാക്കുന്ന കൈക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാ. ഗിഫ്റ്റ് ഒന്നും വേണ്ട, നീ ഇതൊക്കെ കേട്ടാ മതി. ഓക്കേ ലെയർ ആയിട്ട് ഗൈസ്. ഈ ടെക്സ്ചർ കണ്ടാൽ മതി ചിക്കൻ എത്രത്തോളം ടേസ്റ്റ് ആണെന്ന് അറിയിക്കാൻ. ആവി ഇറങ്ങുന്നു ലെയർ ആയിട്ട്. സ്കിന്നിന് ഒരു വേറെ ടേസ്റ്റ്. ലെഗ് തരാം. അപ്പൊ ഞാൻ വേഗം ടേസ്റ്റ് ചെയ്യുന്ന എന്തിനാ അറിയോ? അമ്പുടനോട് കൊടുക്കാൻ വേണ്ടിയാന്നേ. എങ്ങനെ നോക്കാം. കാട കുറച്ച് ഡ്രൈ ആയില്ലേ? ഇച്ചിരി ഡ്രൈ ആയി കാട. അല്ല നമ്മളെ ചിക്കൻ വെക്കുന്നതിന്റെ അത്രയും കുക്കിലിട്ട് കാട വെച്ച് ചിക്കൻ 30 മിനിറ്റ് ആണെങ്കിൽ ഇതൊരു 25 മിനിറ്റ് മതിയായിരുന്നു.
25 വേണ്ട, 20 മതി. കാരണം ഇത് പെട്ടെന്ന് കുക്കാവും. മീറ്റ് കുറവല്ലേ, 30 മിനിറ്റ് ആയതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയി. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ സാധനം ഡ്രൈ ആയി. മോയ്സ്ചർ പോയി, ചിക്കന്റെ മോയ്സ്ചർ പോയി. അപ്പോ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് അമ്പൂട്ടൻ ടാണ്ടാക്ലോട്ടായി. നമ്മളുടെ അപ്പം തണുത്ത് കേട്ടോ. അപ്പം തണുത്ത് ഫാനോട് ഇട്ടേക്കുന്നുണ്ട്. കരള് നിന്റെ കരള് ഏട്ടന്റെ മാണ്ട് വാങ്ങണ്ടി. ഏട്ടനും ഇതോടെ പറയുന്നത്. അമ്പൂട്ടന് ഡക്കിട്ടപ്പെട്ടു. അവ തിന്നാൻ വേണ്ടി നമ്മൾ കുരുമുളക് കുറച്ച് വെച്ച്. അമ്പൂ എങ്ങനെയുണ്ട്? എനിക്ക് ചൂടോടൊപ്പം വേണം കേട്ടോ. ഞാൻ ഒന്ന് സ്റ്റൗവിനകത്ത് പോയി കത്തിച്ചിട്ട് ചൂടോടൊപ്പം എടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിർവാഹമില്ല ഗൈസ്. അല്ല ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല, ഏട്ടൻ പോയാലേ പറ്റൂ. ഈ അപ്പം എന്ന് പറയുമ്പോഴേ ഒരാളുടെ അടുക്കള നിൽക്കണേ, ചൂടോടെ ചുട്ട് തരണം. അങ്ങനെ വേണം തിന്നാൻ. ഇത് കാസറോളിൽ വെക്കാന്ന് വെച്ചാലേ ചപ്പിപ്പോ. ശരിയല്ലേ? ചൂടോടൊപ്പം സൈഡ് മുറിയാൻ വേണ്ടി കാത്തുന്നില്ലല്ലേ? അപ്പം നമ്മളിന്ന് കഴിക്കട്ടെ. ഇതൊരു വീഡിയോ നമ്മൾ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. സോ നമ്മളെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഫുഡൊക്കെ വെച്ചു വീട്ടിൽ കളർഫുൾ ആയിട്ട്. ഇത്രേ ഉള്ളൂ. അടുത്ത കൊല്ലം നമുക്ക് നല്ല പുൽക്കൂടൊക്കെ വെച്ച് സ്റ്റാറൊക്കെ തൂക്കി ലൈറ്റൊക്കെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് അടിപൊളിയാക്കണം. ഓക്കെ, ഇതുവരെ ഒരു കരോള് പോലും വന്നില്ല നമ്മളെ വീട്ടില്. ഈ പരിസരത്തെ വന്നില്ല. സാധാരണ നമ്മൾ അവിടൊക്കെ വരും, ഒരു 20-ാം തീയതി ഒക്കെ ആവുമ്പോഴേ വരും. ഒരെണ്ണം പോലും വന്നില്ല. ഇത് ഒരെണ്ണം പോലും വന്നില്ല. ശരിയാ, ഞാൻ മിസ് ചെയ്തോ. അമ്പോ ഹാപ്പി ക്രിസ്മസ്! നമ്മളെ 3 പേരെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ എല്ലാവർക്കും. നിങ്ങളുടെ കുടുംബത്തെ എല്ലാ നല്ല നന്മകളും നേരുന്നു. ഇല്ലേ മൃദുലേ? എല്ലാവർക്കും അടിപൊളിയായിട്ട് വരട്ടെ. അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് കാശങ്ങൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബ്ലൂം പറയേണ്ട ആള് ബിസിയാണ്. അപ്പം ഓഹോ കണ്ണ് ചെറുതായിട്ട് കണ്ണി കൊണ്ട് ഒരു കടി കടിയപ്പ ലെഗ് വെച്ചൊരു കടി കണ്ണി കൊള്ളു. അമ്പു യവനാ ഒരു കടി കടിയപ്പാ കണ്ണിന് ചെറുതായിട്ട് കൊണ്ട്. അച്ഛൻ കടിക്കുന്ന കണ്ടില്ലേ? എന്തോ കാണിക്കുന്നേ?